നമ്മൾ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഫൈബർ മെഷ് എന്ന് പറയുന്നത്. ഈ മെഷ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് എത്ര GSM-ൻ്റെ ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് സാധാരണ 45 മുതൽ 80 GSM വരെയാണ് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പം പ്ലാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഇപ്പോൾ പൈപ്പൊക്കെ കൺസീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ സാധാരണയായിട്ട് ഈ മെഷ് ഉപയോഗിക്കാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിൻഡിലും അതുപോലെ തന്നെ ബ്രിക്കും തമ്മിൽ ജോയിന്റ് വരുന്ന ഏരിയയിൽ നമ്മൾ അവിടെ ക്രാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഫൈബർ മെഷ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇത് ഏകദേശം 50 മീറ്ററിന് ഏകദേശം 2100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരു 10,2000 അല്ലെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് ഏകദേശം ഒരു അത്യാവശ്യം നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു 4-5 റോളിനടുത്ത് ഫൈബർ മെഷ് നമുക്ക് ആവശ്യമായിട്ട് വരും. റിനോവേഷൻ വർക്കിനൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഏരിയയൊക്കെ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം അവിടെ വീണ്ടും പ്ലാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ ഈ മെഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ ഒരു 80 GSM ഉള്ള മെഷ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതിൻ്റെ തിക്നെസ്സിനെയാണ് GSM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മീറ്റർ സ്ക്വയറിൽ എത്രയാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 80 GSM ആകുമ്പം 80 ഗ്രാമാണ് ഒരു മീറ്റർ സ്ക്വയറിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ